കണ്ടുപിടിക്കണം. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്നെക്കൊണ്ട് എന്ത് സാധിക്കാൻ പറ്റും എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ തന്നെ ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ പല സ്ഥലത്ത് അലഞ്ഞു. എന്നാലും ഞാൻ എന്നിട്ട് ഇങ്ങനൊരു ബാറ്ററി വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ എനിക്ക് 10 പൈസ പെട്രോളിനാവത്തില്ല. ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് യാതൊരു പൈസ ഈ വണ്ടിക്ക് വേണ്ടി പിന്നെ ചിലവായിട്ടില്ല. ആദ്യം മുടക്കിയ പൈസ മാത്രമേ ചിലവുള്ളൂ. എനിക്ക് വണ്ടി ഒരു ബാറ്ററിയിൽ 50 കിലോമീറ്റർ ഓടും. 2 ബാറ്ററി വെച്ചിട്ടുണ്ട്. 50-100 കിലോമീറ്റർ ഓടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 10 പൈസ പെട്രോൾ ചിലവില്ല. വേറെ വണ്ടിക്ക് വേറെ പ്രത്യേകിച്ച് യാതൊരുവിധ ബാധ്യതകളും ഈ വണ്ടിയുടെ പുറത്ത് വരുന്നില്ല എന്നതുള്ളതാണ് എൻ്റെ ഈ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ അഞ്ചൽ നിന്ന് തടിക്കാട് വീട്ടിലൂടെ വന്നപ്പോഴാണ് ഒരു ബൈക്കിനകത്ത് ഇതേപോലെ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം കൂടെ ചേർത്ത് ഉപ്പിലിട്ടതെല്ലാം കൂടെ ചേർത്ത് ഒരു ബൈക്കിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ ആ ഒരു കാഴ്ചയും ചേട്ടൻ്റെ അനുഭവങ്ങൾ നമുക്ക് കേട്ടു പോകാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇത് വന്നിട്ട് ഉപ്പിലിട്ട ഐറ്റംസ്. ഇത് നമ്മൾ ജോലിയില്ലാന്ന് ഓരോരുത്തർ പറഞ്ഞിരിക്കത്തില്ലേ. അപ്പോൾ അങ്ങനൊരു സംവിധാനം വേണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ സ്വയം ആലോചിച്ചിട്ട് ഇങ്ങനൊരു സ്വന്തമായിട്ടൊരു സ്വയം തൊഴിൽ പദ്ധതി പോലെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ഐറ്റംസാണ് ഈ തേൻ നെല്ലിക്ക, തേൻ മാങ്ങ, തേൻ ഈത്തപ്പഴം. ചേട്ടാ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? ഇത് തുടങ്ങിയിട്ടിപ്പോൾ ഒരു വർഷത്തോളമായി വരുന്നുണ്ട്. ഞാൻ എൻ്റെ സ്ഥലം കുളത്തൂപ്പുഴയായിരുന്നു. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി കൂടെ ടൗണിലോട്ടൊക്കെ വന്ന് കച്ചവടം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ അഞ്ചല് ബൈപ്പാസിൻ്റെ അടുത്ത് നിന്നൊരു കടമുറി, ഏറത്ത് നിന്നൊരു കടമുറി എടുത്ത് അവിടെ തങ്ങിക്കൊണ്ട് നിന്ന് കച്ചവടം ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെ എൻ്റെ വിലയൊക്കെ നമ്മൾ 10 രൂപ ഒരു പീസ് 10 രൂപ റേറ്റിനാണ് കൊടുക്കുന്നത്. നെല്ലിക്കയൊക്കെ ആണെങ്കിൽ 10 രൂപയ്ക്ക് 3 പൈസ കിട്ടും. ചാമ്പയ്ക്കാണെങ്കിൽ ഒരു തവി ചാമ്പയ്ക്ക കിട്ടും 10 രൂപയ്ക്ക്. പിന്നെ കാരയ്ക്കാണെങ്കിൽ അങ്ങനെ ഒരു തവി, അങ്ങനെയൊക്കെയാണ്. പിന്നെ തേൻ നെല്ലിക്കായി ആണെങ്കിൽ ഒരു നെല്ലിക്ക 10 രൂപ. പിന്നെ തേൻ മാങ്ങയുണ്ട്, പിന്നെ തേൻ ഈത്തപ്പഴമുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നതാണോ, വീട്ടിൽ തന്നെ ചെയ്യുന്നതാണോ? തേൻ നെല്ലിക്കയും തേൻ മാങ്ങയും തേൻ ഈത്തപ്പഴമൊക്കെ വാങ്ങിച്ച് കച്ചവടം ചെയ്യുന്നതാണ്. ബാക്കിയുള്ള നെല്ലിക്ക ബാക്കിയുള്ള ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ പോകാറുണ്ടോ അതോ? ഓരോ ദിവസം ഇപ്പോൾ ഈ ഉത്സവ സമയമൊക്കെ ആയതുകൊണ്ട് ഓരോ സ്ഥലത്തോട്ടും ഒരു 20 രൂപ ചില്ലറ ഉണ്ടാവുമോ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐറ്റം അല്ലേ. ഇതിനകത്ത് നമ്മൾ വേറെ കെമിക്കലോ മറ്റോ ഒന്നും ചേർക്കുന്നില്ല. അതിനൊക്കെ തന്നെ അതിനൊക്കെ തന്നെ ഇതിനകത്ത് ചാമ്പയ്ക്ക് 20 എടുക്കാം, 30 എടുക്കാം, 50 എടുക്കാം. ഇത് പിടിക്കാം. 10 രൂപയ്ക്ക് ചാമ്പയ്ക്കും 10 രൂപയ്ക്ക് നെല്ലിക്ക കൊണ്ട് തരട്ടോ. അതോ 10 രൂപ ചാമ്പയ്ക്കും 10 രൂപ നെല്ലിക്ക അങ്ങനെ വേണമെങ്കിൽ തരാം. അല്ലെങ്കിൽ 10 രൂപ കാരയ്ക്കും 10 രൂപയ്ക്ക് നെല്ലിക്കും അങ്ങനെ തരാം. 20 രൂപയ്ക്ക് ചാമ്പയ്ക്ക. ഈ വണ്ടി എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഇത് തമിഴ്നാട്ടിൽ പോയി ഞാൻ പറഞ്ഞ് ജയിച്ചതാണ്. പറഞ്ഞ് ജയിപ്പിച്ചതാണോ? ഇതെന്ത് സംഭവം? ഈ ഒരു അത് കുട വെച്ചിരിക്കുക, ഐസ്ക്രീം കുട, വലിയ കുട നൂത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. വലിയ കുട വെച്ചേക്കാം. വലിയ കുട വെച്ചിരിക്കുക.